കേരളത്തിലെ സ്വർണ്ണവില ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയാണ്. വില കൂടി നിൽക്കുന്ന സാഹചര്യം സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരിച്ചടിയാണ്. എന്നാൽ സ്വർണം വിൽക്കാൻ എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് വ്യാപാരികൾ പറയുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നിന്നും നേരിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമിന് 35 രൂപ കൂടി 13,180 രൂപയും പവന് 280 രൂപ കൂടി 1,05,440 രൂപയിലുമാണ് ഇന്ന് 22 കാരറ്റ് സ്വർണത്തിന്റെ വ്യാപാരം നടക്കുന്നത്. ഇത്തരത്തിൽ കേരളത്തിലെ സ്വർണ്ണവില ഓരോ ദിവസവും റെക്കോർഡ് കുതിപ്പിലാണ് മുന്നോട്ടു പോകുന്നത്. ഡിസംബർ മാസം അവസാനത്തോടെ 1,00,000-ലേക്ക് എത്തിയ സ്വർണ്ണവില ഇടയ്ക്ക് 1,00,000-ന് താഴേക്ക് പോയെങ്കിലും പിന്നീട് കുത്തനെ ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത്. വില കൂടി നിൽക്കുന്ന സാഹചര്യം സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരിച്ചടിയാണെങ്കിലും സ്വർണം വിൽക്കാൻ കാത്തിരിക്കുന്നവർക്ക് സന്തോഷമാണ്. ജുവലറികളിൽ സ്വർണം വാങ്ങാൻ എത്തുന്നവരെക്കാൾ വിൽക്കാൻ എത്തുന്നവരുടെ എണ്ണമാണ് വർദ്ധിച്ചു വരുന്നതെന്ന് വ്യാപാരികളും പറയുന്നു. ഉടനെയൊന്നും 1,00,000 രൂപയിൽ നിന്ന് താഴേക്ക് സ്വർണ്ണവില പോകാൻ സാധ്യതയില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരടക്കം അഭിപ്രായപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ സ്വർണം വിൽക്കുന്നതാണല്ലോ ലാഭമെന്നാണ് ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വില വർദ്ധിച്ചിരിക്കുന്നതിനിടെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയ സ്വർണം വിൽക്കുമ്പോൾ വലിയ ലാഭമാണ് ലഭിക്കുന്നത്. സ്വർണവും നാണയങ്ങളും വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വിപണി സാഹചര്യങ്ങൾ ലാഭകരമായ അവസരം തന്നെയാണ് നൽകുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ സ്വർണം വിൽക്കുന്നത് മൂല്യവത്താണോ എന്ന് പരിശോധിക്കുമ്പോൾ ഹ്രസ്വകാല നേട്ടങ്ങളും ദീർഘകാല മൂല്യവും കണക്കിലെടുത്ത് ഗുണദോഷങ്ങൾ തൂക്കി നോക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വർണം വളരെ ദ്രവ്യതയുള്ളൊരാസ്തിയാണ്. അതിനാൽ തന്നെ വളരെ എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ കഴിയും. അപ്രതീക്ഷിതമായ ചിലവുകൾക്കോ നിക്ഷേപത്തിനോ ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ സ്വർണം വിൽക്കുന്നത് പെട്ടെന്ന് സാമ്പത്തികം കൈവരുന്നതിന് സഹായിക്കും. അതേസമയം സ്വർണ്ണവില ഇനിയും ഉയരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരടക്കം പറയുന്നത്. വിൽക്കുന്നതിനു പകരം ഭാവിയിൽ മികച്ച വരുമാനം ലഭിക്കുന്നതിന് ഇപ്പോൾ സ്വർണ്ണാഭരണങ്ങളും നാണയങ്ങളും വാങ്ങുകയോ നിക്ഷേപിക്കുകയോ ചെയ്യുന്നതാണ് കൂടുതൽ ഗുണമെന്ന് പറയാം. ഈ വർഷം തന്നെ സ്വർണ്ണവില 1,50,000-ലേക്കൊക്കെ എത്തിയേക്കുമെന്ന് തന്നെയാണ് നിഗമനം. ഈ സാഹചര്യത്തിൽ അത്യാവശ്യമല്ലെങ്കിൽ ധൃതി പിടിച്ച് സ്വർണം വിൽക്കരുതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.